പ്രൈസ് ലോർഡ്. ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഒരു പാട്ടിൻ്റെ അനുഭവം പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ദേവദാസൻ ഒരിക്കൽ ഒരു മീറ്റിങ്ങിന്, ഒരു കൺവെൻഷന് കൂടാൻ വേണ്ടി അദ്ദേഹം പോയപ്പോൾ അദ്ദേഹം ഫ്രണ്ടിലായിരുന്നു ഇരുന്നത്. അപ്പോൾ സ്റ്റേജിൽ നിന്ന് ആ ദേവദാസൻ അദ്ദേഹം ഒരു പ്രസംഗ വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു നിറത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിറം അദ്ദേഹം എക്സാമ്പിളായിട്ട് കാണിച്ചു. അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ്ട് ഇതുപോലെ ഇരിക്കുമെന്ന് പറഞ്ഞു. ആ സ്റ്റേജിൽ നിന്ന് ദേവദാസൻ ആ സമയത്ത് ഒരു പേരുകേട്ട ദേവദാസനായിരുന്നു. ദൈവം അദ്ദേഹത്തെ പല രീതിയിൽ സുവിശേഷത്തിന് വേണ്ടി, പല കാര്യങ്ങൾക്ക് വേണ്ടി എടുത്ത് യൂസ് ചെയ്തൊരു യൂസ്ഫുൾ വെസലായിരുന്നു അദ്ദേഹം. പക്ഷെ പലപ്പോഴും നമ്മൾ മറക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ പ്രസംഗപീഠത്തിൽ കയറുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ജനത്തെ നമ്മൾ വിലയിരുത്താറില്ല. പക്ഷെ എപ്പോഴും നമ്മൾ ചിന്തിക്കണം, നമ്മളെക്കാട്ടിൽ ശ്രേഷ്ഠം ഏറിയ ജനമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്, വിശുദ്ധ ജനമാണ്. നമ്മളത് അവരെ ഒരു രീതിയിൽ കളിയാക്കുകയോ അവരെ ഒരു രീതിയിൽ പരിഹസിക്കുകയോ ഏതൊരു രീതിയിലും അവരെ വേദനിപ്പിക്കുന്നത് ചെയ്യുന്നത് ശരിയല്ല. എന്നിട്ട് നമ്മളെങ്ങനെയാണോ അവിടെ നിൽക്കുന്നത്, അത് ദൈവത്തിൻ്റെ കരുണ മാത്രമാണ്. അദ്ദേഹത്തിന് എല്ലാവരുടെ മുമ്പ് വെച്ച് ഈ നിറത്തെ പറ്റി, ഈ ഒരു നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞ ബോഡി ഷെയിം അല്ലെ റേസിസം, ആ ഒരു രീതിയിലേക്ക് പോയപ്പോൾ ഇദ്ദേഹത്തിന് അത് ഭയങ്കരമായിട്ട് വേദനിച്ചു. കാരണം ഇത്രയും ജനത്തിന് മുമ്പ് വെച്ചാണ് അദ്ദേഹത്തെ ആ നിറത്തെ വെച്ച് ഒരു കമൻറ്റ് വന്നത്. ഇദ്ദേഹം വീട്ടിൽ പോയി. അദ്ദേഹത്തിന് അത് ഉറക്കം വരുന്നില്ല. കാരണം ഇത് സ്വാഭാവികമാണ്, ഏതൊരു മനുഷ്യനും താങ്ങാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇദ്ദേഹം വീട്ടിൽ പോയി, മനസ്സിലൊരു വിങ്ങൽ, വേദന. അങ്ങനെ അദ്ദേഹത്തിന് കരഞ്ഞ് ദൈവം ആ നൊന്ത മനസ്സിന് ദൈവം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇദ്ദേഹം ഒരു 2 വരി എഴുതി. ആ വരി ഇന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന പാട്ടുകളാണ്. പക്ഷെ ആ 2 വരിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിങ്ങൽ, അദ്ദേഹത്തിൻ്റെ ഒരു വേദന നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. ആ വരി ഇങ്ങനെയാണ്, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പാടാം. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ തിരൾ മാറിയിടുന്നു. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൻ കാന്തിയാലൻ ഇരുൾ തിരൾ മാറിയിടുന്നു. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. കൂടവേ ഇരുത്തുന്ന രാജാവ് വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുന്നു. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുന്നു. ഈ പാട്ട് എഴുതിയത് വെട്ടമല ഫിലിപ്പോസ് ഉപദേശിയാണ്. അദ്ദേഹത്തിൻ്റെ വേദനയിൽ കൂടെ എഴുതിയ ഒരു വരികളും ഈ പാട്ടുകളുമാണ്. പാട്ടുകൾ മുഖാന്തരം അനേകരെ ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.